ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഇതിപ്പോൾ ഞങ്ങളുള്ളത് വർക്കല ക്ലിഫിൻ്റെ അവിടെയാണ്. ഇതാണ് ഞങ്ങളെടുത്ത റിസോർട്ടല്ല, ജസ്റ്റ് ഒരു കുട്ടി കോട്ടേജാണ്. ഇതാണ് എൻ്റെ ഉള്ളിലത്തെ വ്യൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പേര്, ഞങ്ങളെടുത്തതിൻ്റെ പേര് ഞാനിപ്പോൾ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാമേ. സോ ഇത് ഞങ്ങളുടെ പാരൻസായിട്ട് ഇപ്പം നാട്ടിൽ പോയപ്പോൾ ജസ്റ്റ് 2 ദിവസം അവരായിട്ടൊന്ന് പുറത്ത് പോയി സ്റ്റേ അറേഞ്ച് ചെയ്തായിരുന്നു. അപ്പം അവരുടെ നമുക്കൊന്നും ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് ദൂരമൊന്നും പോയില്ല. അപ്പോൾ സോ വർക്കലയിലേക്കാണ് വിട്ടത്. സോ ഇതാണ് കേട്ടോ അവരുടെ പുറത്ത് ഇതൊക്കെ. പിന്നെന്താ, ഇതുപോലെ ഓരോ കോട്ടേഴ്സാണ് ഉള്ളത്. അപ്പം അങ്ങനെ നമ്മൾ 2 ക്വാർട്ടേഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ കുറേ ഫോറിനേഴ്സ് ഉണ്ട്. അവരൊക്കെ 1 മന്തൊക്കെ റൂം ബുക്ക് ചെയ്തിട്ടിരിക്കുക. പിന്നെ ഞങ്ങളിവിടെ എത്തിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇത് ബീച്ചിനോട് സീ വ്യൂ ഉള്ള റിസോർട്ട്, അവരുടെ റെസ്റ്റോറൻറ്റാണ്. ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റ്സും ഈ ബാക്ക് സൈഡിലാണ് വരുന്നത്. റിസോർട്ടെല്ലാം ഫ്രണ്ടിലും, അവരുടെ ഫുഡ് ഏരിയ, ഫുഡ് കഴിക്കുന്ന റിസോർട്ട് ആ പോർഷൻ ബാക്ക് സൈഡിലാണ് വരും. അപ്പം നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ഞങ്ങളെ സഹായിച്ച് ഞങ്ങൾ ചെന്നന്ന് വലിയ ഇതുപോലെയൊക്കെയുള്ള ക്ലൈമറ്റായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് വെയിലില്ല, പക്ഷെ ഓക്കെ ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ പാരൻസൊക്കെ ആയിട്ട് അങ്ങനെ ഇവർ എങ്ങോട്ടും പോവാറൊന്നുമില്ല. അപ്പം പക്ഷേ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ആക്ച്വലി ഞങ്ങളുടെ ഇതൊരു സഡൻ പ്ലാൻ ആയിരുന്നു കേട്ടോ. പെട്ടെന്നായിരുന്നു. എനിക്കൊന്നൊരു മാക്സിമം 2 hours അതിൻ്റെ ഉള്ളിൽ റൂമൊക്കെ ബുക്ക് ചെയ്ത് സെറ്റാക്കി. എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ സഹായിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. കാരണം സോ കുറച്ച് വീഡിയോസ്, കാരണം അമ്മയ്ക്ക് മുട്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, മുട്ടിന് തേയ്മാനമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇറങ്ങിയില്ലായിരുന്നു ആദ്യം. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അടക്കം ഇറങ്ങി. മമ്മി അപ്പയും വെള്ളത്തിലിറങ്ങിയായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല ക്ലൈമറ്റായിരുന്നു. ഞങ്ങൾ ചെന്ന് ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെന്താണ്, ഒരു ഗുഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരൻസിന് അങ്ങനെ ഞങ്ങൾ 2 പാരൻസ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാത്ത ആൾക്കാരാണ്. അമ്മ വന്നിട്ടോ. അമ്മേനെ പിടിച്ച് അമ്മയും വന്നു. ഇവരുടെയൊക്കെ കുട്ടികൾ പോലെയായിരുന്നു ഇവരൊക്കെ. അവരുടെ ഉള്ളിലെ കുട്ടിത്തം നമുക്ക് കാണാൻ പറ്റി. ഇതൊക്കെ ഇവരിത്രയും നമ്മളെയൊക്കെ ഇങ്ങനെ വിറപ്പിച്ച് നിർത്തുന്ന ആൾക്കാരല്ലേ. ഇവരൊക്കെ ഇതൊക്കെ വന്നപ്പോൾ അവരുടെ എക്സൈറ്റ്മെൻറ്റും പേടിയും ഇതൊക്കെ കാണണമായിരുന്നു. മമ്മിയും അമ്മയൊക്കെ നമ്മൾ അള്ളിപ്പിടിച്ച് നിൽക്കുമായിരുന്നു. ശരിക്കും നല്ലപോലെ നനഞ്ഞു കേട്ടോ അവരെല്ലാവരും. സോ അങ്ങനെ കുറച്ച് ടൈം, ഞങ്ങളൊരു 6 മണി 6 വരെ 2-3 hours നമ്മളുണ്ടായിരുന്നു ബീച്ചിൽ. ഇത് നമ്മൾ ചെന്ന ഫസ്റ്റ് ഡേ ആണ്. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തു. രസമായിരുന്നു. നമുക്ക് എല്ലാവരും പിടിച്ചു തീർത്ത് അവരൊക്കെ വെള്ളത്തിൽ വീണു. രസമായിരുന്നു കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പാരൻസൊക്കെ കുളിച്ച് ഫ്രഷ് ആയതാണ്. നമ്മളപ്പോഴത്തേനും ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടിയും, പിന്നെ ഇതിങ്ങനെ നടക്കുന്നത് മേലോട്ട് നമുക്ക് നടക്കണേ. പിന്നൊരു ഗുഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത റിസോർട്ട് ഏറ്റവും താഴെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാരൻസിന് ഗുണമായി. കാരണം വെച്ചാൽ അതുകൊണ്ട് അവർക്ക് ജസ്റ്റ് സ്ട്രെയിറ്റ് നേരെ നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ നേരെ ഇറങ്ങുന്ന ബീച്ചിലോട്ടായിരുന്നു. ജസ്റ്റ് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിയാൽ മതിയായിരുന്നു. വേറെ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ മേലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ പാരൻസായിട്ട് പോകുമ്പം ഡിഫിക്കൽട്ടി ആവും. അത്ര ഹെൽത്തി അല്ലാത്തവരായിട്ട് പോകുമ്പോഴേ. കാരണം ഇതൊക്കെ ഇവരിറങ്ങി തിരിച്ച് വന്ന് ഈ വഴിയൊക്കെ തിരിച്ചിറങ്ങിയിട്ട് വേണം ബീച്ചിൽ പോകാൻ. മേലോട്ട് കയറുന്തോറും ഹൈറ്റ്സാണ്. അപ്പോൾ അതും നമ്മളൊന്നും അറിഞ്ഞിട്ടല്ല, അങ്ങനെ സൂട്ടബിളായിട്ടുള്ളൊരു റിസോർട്ടാണ് കിട്ടിയത് നമുക്ക്. കാരണം നമ്മൾ ബുക്ക് ചെയ്യാൻ വെച്ചിരുന്നത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ആക്ച്വലി കണ്ടായിരുന്നത്. അത് ഈ മേലെയാണത്.
അത് നമുക്കറിയത്തില്ല ബുക്ക് ചെയ്യണ സമയത്ത്. ഇതെന്തുമായിരുന്നു തോന്നുന്നു കേട്ടോ, എനിക്ക് ആക്ച്വലി ഓർമ്മയില്ല. അതിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് ഞങ്ങൾ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ ഫുള്ളായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ ബുക്കാക്കിയതാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഇപ്പം പിന്നെ ഞങ്ങൾ റിയലൈസ് ചെയ്ത് നന്നായി അത് പോയത്. കാരണം ഇവിടെയൊക്കെ ആയിരുന്നെങ്കിൽ അവർക്ക് ഒട്ടും അറിയില്ല. ഇതാണ് ഞങ്ങൾ ആദ്യം ക്ലിഫ്ടൺ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫസ്റ്റ് വന്ന റിസോർട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അത്രയും നടന്നിറങ്ങി വരിക എന്നൊക്കെ പറയണത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ കുറച്ച് നടക്കാനൊക്കെ ഇറങ്ങി, ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടും കൂടി ഇറങ്ങിയതാണ്. ആക്ച്വലി ബീച്ചിലൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും പാരൻസൊക്കെ ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ നൈറ്റ് നല്ലൊരു ആംബിയൻസാണ്. കുറേ ഫോറിനേഴ്സ് ഉണ്ട്. എനിക്കൊന്നും നമ്മൾ മലയാളികളെക്കാളും കൂടുതലുള്ളത് ഫോറിനേഴ്സും ഔട്ട്സൈഡ് മലയാളീസൊക്കെയാണുള്ളത്. നമ്മളങ്ങനെ നടന്ന് ഏറ്റവും മുകളിലെത്തി. ഇത് മുകളിൽ നിന്നുള്ള ബീച്ച് വ്യൂ ആട്ടോ. താഴെ ഒരുപാട് താഴെയാണ് ബീച്ചുള്ളത്. സോ മുകളിലോട്ടൊക്കെ പിന്നെയും കുറച്ചുകൂടി താഴത്തേക്കാളും ഷോപ്സ് കുറച്ചുകൂടി ഓപ്പൺ ആയിരുന്നു ആ ടൈമിൽ. ഒരുപാട് പിന്നെ അത്രയും വലിയ സീസൺ ടൈമിലല്ല നമ്മൾ പോയത്, കാരണം റെയിനി സീസണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ക്രൗഡ് ഇല്ലായിരുന്നു യൂഷ്വലി നമ്മൾ കേൾക്കുന്ന അത്രയും. So which one you like? कोई पसंद है आपको?
എനിക്ക് തോന്നുന്നത് ഇത് യൂസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു തയക്കം വരുന്നത് അല്ലേ അല്ലേ? ഇതപ്പോൾ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാനോ കണ്ണടച്ച്? कितने इसके? 2000. 2000. ये सब वो सब हैंडमेड है. ये सब में ऐसा साउंड आएगा? और सब साउंड डिफरेंट है? डिफरेंट है. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മ്യൂസിക്കൊക്കെ വെച്ച് നല്ല വൈബുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ചുമ്മാ ഒരു ഓംലേറ്റും ഒക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. നല്ലൊരു പീസ് മൂഡായിരുന്നു. എന്താ പറയുക, ബീച്ച് വ്യൂ ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. സോ അപ്പോൾ നല്ലൊരു ക്ലൈമറ്റും എല്ലാം കൊണ്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു വൈബായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ മേടിച്ച് റൂമിൽ വന്നപ്പം നമ്മുടെ അമ്മമാരും അപ്പയൊക്കെ കുളിച്ച് ഫ്രഷായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒന്നിച്ച് ഫുഡ് കഴിച്ചു. സോ അങ്ങനെ ഡേ 1 ഫിനിഷായിട്ടോ. അപ്പം അത്രേ ഉള്ളൂ ഡേ 1. അപ്പോൾ ഡേ 2 കാണാം. ബൈ. ഇത് സെക്കൻഡ് ഡേ ആട്ടോ. സെക്കൻഡ് ഡേ മൊത്തത്തിൽ ക്ലൈമറ്റ് ഇത് രാവിലെയുള്ള വ്യൂ ആണ്. 5:30 ഒക്കെയാണെന്ന് തോന്നി ടൈം. മൊത്തം ഫുൾ ഡേ ഇങ്ങനെയായിരുന്നു ക്ലൈമറ്റ്. അതുകൊണ്ട് നമുക്ക് ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. രാവിലെ എന്നെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങളുടെ പാരൻസ് ഒന്നും എണീറ്റില്ല. ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് അവരെല്ലാവരും റൂമിൽ തന്നെയാണ്. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നേരത്തെ വന്നു കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ഇച്ചിരി ദേഷ്യത്തിലുള്ള കടലിനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദൂരെ അങ്ങ് സൂം ചെയ്തപ്പോൾ നമുക്ക് കാണാമേ 2 ആൾക്കാർ, മീൻ പിടിക്കുന്ന ആൾക്കാർ, ഒരു കുഞ്ഞു വഞ്ചിക്കകത്ത് അവരവരൊക്കെ സമ്മതിക്കണോ അല്ലേ. ഈ ഇടയ്ക്കും ലൈറ്റ് മിന്നുന്ന ഇടിമിന്നലിൻ്റെ ആട്ടോ. അത്രയും ക്ലൈമറ്റ് മോശമായിരുന്നു. എന്നിട്ട് അവർ പോയി മീനൊക്കെ പിടിക്കണു. അങ്ങനെ അവർ ഫൈനലി കരയ്ക്ക് എത്തി. അപ്പം സൂര്യനൊക്കെ ചെറുതായിട്ട് വെട്ടം വെച്ച് തുടങ്ങി. ഒരു 6:30 ഒക്കെ ഉണ്ടാവും തോന്നുന്നു. പിന്നെ ഇനിയെന്ന് പറഞ്ഞാൽ ഇവർ ഈ വലയിൽ പിടിച്ചേക്കുന്ന മീനെല്ലാം പുറത്തെടുക്കുവാണ്. ഇത് ആക്ച്വലി കുറേ ടൈം എടുക്കുന്ന സംഭവമാണ്. സോ അപ്പോൾ ഞാൻ ചുമ്മാ നമ്മളവിടെ ഇരുന്നപ്പോൾ കണ്ട കാഴ്ചകൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ.
സോ മുന്നേ എത്തിയ മീൻ പിടിക്കാൻ പോയ ആ ചേട്ടൻ അടുത്ത സെറ്റ് ആൾക്കാർ കരയിലേക്ക് വരുന്നതിന് ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. സോ രാവിലെ ശരിക്കും പറഞ്ഞാൽ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഇതൊക്കെ. നമ്മളിപ്പോൾ ഞാൻ റൂമിൽ കിടന്നിരുന്നെങ്കിൽ എനിക്കിതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈമായ ഫുൾ മഴയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ഞാൻ വരാം. ഇത് എന്തായാലും ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ അമ്മമാർക്കും അപ്പയ്ക്കൊക്കെ ഒരു 1 hour ഓയിൽ മസാജ് കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഇതും ആക്ച്വലി ഒരു പാർട്ട് ഓഫ് റിസോർട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ ആയുർവേദ സെൻറ്റർ. ഇവർ സെപ്പറേറ്റ് എടുത്ത് നടത്തുന്നതാണ്. മുന്നേ കാണുന്നതാണ് റിസോർട്ട്. സോ അപ്പോൾ അവിടെ വിളിച്ച് ബുക്ക് ചെയ്തു. അപ്പോൾ അവർ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു 1 hour ഫുൾ ബോഡി മസാജ് പാരൻസിന് വേണ്ടിയിട്ട് ചെയ്തായിരുന്നു. അപ്പം നമ്മൾ പോയി വന്നില്ല, നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഈ ഡോക്ടറിനെയൊക്കെ പരിചയപ്പെട്ടു. സോ ഇവരുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. സോ അങ്ങനെ മസാജൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തി. സോ ഇതാണ് കേട്ടോ ഈ റിസോർട്ടിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ. സോ മസാജൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പം അമ്മയൊക്കെ നല്ല ഉഷാറായി. സോ ഇത് നമ്മുടെ ലാസ്റ്റ് നൈറ്റാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. മിക്കവാറും എല്ലാവരും റെസ്റ്റോറൻറ്റ്സിലാണ് ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം ബീച്ച് വ്യൂ ഉള്ളതുകൊണ്ട് നല്ല ക്ലൈമറ്റും കൂടി ആയതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നെക്സ്റ്റ് ഡേ. സോ ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ വർക്കലയിലെ. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്യും. ഇപ്പോൾ രാവിലെ മീൻകാരൊക്കെ ഉണ്ട്. ഇന്നത്തെ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് കുറച്ച് രാവിലെ തന്നെ ആൾക്കാർ ഓൾറെഡി ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്, ഫാമിലിയും പിള്ളേരൊക്കെ ആയിട്ട്. സോ അത് രാവിലത്തെ കാഴ്ച അത് വേറെ തന്നെ ഒരു ഫീലാണ്.
ഞങ്ങൾ എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മിയും ഞങ്ങളോട് ജോയിൻ ചെയ്തായിരുന്നേ. സോ അങ്ങനെ കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ടിരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. പോകുന്ന വഴിക്ക് ഞാൻ കണ്ട നല്ല ഒരു ഭംഗിയുള്ളൊരു കുട്ടി വണ്ട് പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ കുറേ നാളിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. സോ അപ്പോൾ ഞാൻ വണ്ടിനെ വീഡിയോ എടുക്കുമായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ട് വണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ഗവൺമെൻറ് നടത്തുന്ന ഒരു അക്വേറിയമാണ്. സോ അപ്പം അത് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെയും കൂടി കയറിയായിരുന്നു. സോ അവിടുത്തെ ആ അക്വേറിയത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി കാണുന്നത്. ഒരുപാടൊന്നുമില്ല, കുറച്ച് വലിയ റഷൊന്നുമില്ല കേട്ടോ അവിടെ. എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഒരുപാട് മീനുകളും ഇല്ല. ബട്ട് സ്റ്റിൽ ഒരു വൺ ടൈം വിസിറ്റാണ്. നമ്മുടെ ഗവൺമെൻറ് നടത്തുന്നൊരു സംഭവം നമ്മളും എൻകറേജ് ചെയ്യണമല്ലോ. സോ ഇതാണ് ഇതിൻ്റെ ബാക്കിലേക്ക് നല്ല വ്യൂ ആട്ടോ. ഇതും ബീച്ച് വ്യൂ ആണ് ബാക്കിലോട്ട്. സോ ഇതാണ് അതിൻ്റെ എൻട്രൻസ്, അക്വേറിയം മ്യൂസിയം എൻട്രൻസ്. സോ വർക്കലയിൽ പോകുന്നവർ ജസ്റ്റ് ഒരു വൺ ടൈം വിസിറ്റ്. ഒരുപാട് ടിക്കറ്റ് ഫെയറും ഒരുപാടില്ല, അറൗണ്ട് 30 റുപ്പീസോ അങ്ങനെ എന്തൊക്കെയോ വരുന്നുള്ളൂ. സോ ഇതാണ് എൻ്റെ ബാക്ക് വ്യൂ. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മൊത്തത്തിൽ ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. സോ ഇവിടെ വർക്കല വരുന്നവർക്ക് ജസ്റ്റ് വൺ ടൈം ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോയാൽ നല്ലതായിരിക്കും. അമ്മയ്ക്ക് ഒരുപാട് അങ്ങനെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മ കുറച്ച് എത്തിയപ്പോൾ ഇരുന്നായിരുന്നേ. സോ ബാക്കി മമ്മിയും അപ്പയും ഇച്ചായനും ഞങ്ങളും കൂടിയിട്ടാണ് ഫുൾ കണ്ടു തീർത്തത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റിയാണ് കയറി പോണത്. ഇങ്ങനെ റൗണ്ട് റിങ് പോലെയാണ് പോകുന്നത്. പിന്നെ ഒരു സൈഡിൽ സ്റ്റെയർസും കൊടുത്തിട്ടുണ്ട് മടക്കാൻ. ഇതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. പിന്നെ അവർ ഹാൻഡിൽസ് പിടിപ്പിച്ചിട്ടുണ്ട്. സോ അപ്പോൾ അതിൽ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റും. പിന്നെ ഒരുപാട് മീനുകളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ നോർമൽ കാണുന്ന മീനുകളും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഒരു ആമേനെ കണ്ടു, അത് നല്ല സ്റ്റൈലായിട്ട് പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തതാണ്.
സോ അപ്പോൾ അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഡു സപ്പോർട്ട് മൈ ചാനൽ. ലവ് യു.